പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഈ വീഡിയോയുടെ തലക്കെട്ട് കണ്ടപ്പോഴേ ചിലർക്ക് വിഷമം തോന്നിക്കാണും. കാരണം ഞാൻ ട്രംപിനെ പറ്റി എവിടെ എന്തെല്ലാം പറഞ്ഞു അപ്പോഴെല്ലാം അടിയിലേറെ വിമർശനങ്ങൾ ഉണ്ടായി. ഞാൻ ഏകദേശം 1200 പേര് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഞാൻ ട്രംപിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ശകാരിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും കമൻറ്റുകൾ എഴുതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടൊരു ഇന്ന് അദ്ദേഹത്തെ യേശുവിൻ്റെ നാമത്തിൽ കൊല ചെയ്യുന്നവനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പ്രിയ ക്രൈസ്തവരെ, സത്യങ്ങൾ നിങ്ങൾ കുഴിച്ചു മൂടരുത്, സത്യങ്ങൾ മറച്ചു വെക്കരുത്. സത്യങ്ങളിലേക്ക് കണ്ണു തുറന്നാലേ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉള്ളവരാവൂ. ട്രംപ് യേശുവിൻ്റെ നാമത്തിൽ ആരെയും കൊന്നിട്ടില്ല എന്ന് ഞാൻ പറയും. എന്നാൽ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റവരെല്ലാം അവിശ്വസ്തരാണ്, അവിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊല ചെയ്യുന്നത് ആണ്. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും വംശഹത്യക്കെതിരായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ ക്രിസ്ത്യാനിയാണ് എന്ന് ഞാൻ പറയും. അവൻ എവിടെ പോയാലും യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ നാമം എല്ലാം ഉയർത്തിപ്പിടിക്കുന്നവനും ആണ്. അത് പറയുന്നത് കൊണ്ട് ആ നാമത്തെയാണ് കൊല ചെയ്യുന്നത് പറയുന്നത് ഞാൻ പറയും വ്യക്തിഹത്യയാണ്. നിശ്ചയമായിട്ടും ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെന്ന് വിചാരിച്ചുകൊണ്ട് അയാളൊരു പ്രസിഡൻ്റോ രാഷ്ട്രീയ നേതാവോ ആകുമ്പോൾ ആ രാജ്യം ഒരു യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ആളുകൾ മരിക്കുന്നത് അയാൾ മുഖാന്തരമാണ്, അയാളാണ് എന്ന് പറയുന്നത് വ്യക്തിഹത്യയാണ്. എല്ലാ യുദ്ധത്തിലും നമുക്കറിയാം കൊലയുണ്ട്, വെടിവെപ്പുണ്ട്, ബോംബിടിയിലുണ്ട്, കൊല, മരണങ്ങളുണ്ട്. എല്ലാ യുദ്ധത്തിനും. അതിന് യേശുവിൻ നാമത്തിലൊന്നും അല്ല ആരും ചെയ്യുന്നത്. റഷ്യ അതല്ല ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളിലും കൊലയുണ്ട്, യുദ്ധമുണ്ടായാൽ. അമേരിക്ക എന്തുകൊണ്ട് അത് ഈ യുദ്ധത്തിൽ ഇറങ്ങിത്തിരിച്ചു എന്നത് നിങ്ങൾ മറക്കരുത്. ഒരു വലിയ വംശഹത്യ നമ്മുടെ ഇടയിൽ നടക്കുന്നത് നിങ്ങൾ മറക്കരുത്. അത് ഗാസയിലോ ഇറാനിലോ ലെബനിലോ ഒക്കെ ഉള്ളത് മരിക്കുന്ന കണ്ടുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ച് മുതലക്കണ്ണീര് നിങ്ങൾ ഒഴുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്ന് ചിന്തിക്കണം. അതായത് ലോകത്തിലെ 50 രാജ്യങ്ങളിലാണ് ഭയങ്കരമായ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതെന്ന് ഓർക്കണം. അതായത് മൊസാംബിക്കിൽ നമ്മൾ കണ്ടു, ഒരു ബിഷപ്പിനെ പോലും തൻ്റെ മുറിയിൽ കയറി വെടിവെച്ചു കൊന്നു. അതുപോലെ കോങ്കോ, നൈജീരിയ, നോർത്ത് കൊറിയ, അല്ലെങ്കിൽ സൊമാലിയ, സുഡാൻ, സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബുർക്കിന ഫാസോ, മാലി, എറിട്രിയ, നീഗർ, ലിബിയ, നിക്കരാഗുവ, കൊളംബിയ, മെക്സിക്കോ, ഇങ്ങനെ പോകുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർ രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ. അവർക്ക് വംശഹത്യ തന്നെ നടത്തുകയാണ് നൈജീരിയയിൽ. ഇനി ഇതിനു വേണ്ടി മുതൽ കണ്ണീര് സഭാ നേതാക്കന്മാർ പോലും ഒഴുക്കുന്നില്ല എന്നോർക്കണം. സഭയിലുള്ളവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ആ ട്രംപ് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ശക്തമായി സ്വരമുയർത്തിയവനും പട്ടാളത്തെ വിട്ടതും നൈജീരിയയ്ക്ക്. അദ്ദേഹം കൂടെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കൽ ഞാൻ നിർത്തുമെന്ന്. മറക്കരുത്. അവൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെയും സഹിക്കുന്നതാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കും വലിയ ശക്തി ഒരു മതം തന്നെ നമ്മളെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മതത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു വലിയ ശക്തി, അത് കമ്മ്യൂണിസവും അതുപോലെ തന്നെ നിരീശ്വരത്വവും ഒന്നിച്ച രാജ്യങ്ങൾ, ദൈവത്തെ വേണ്ടാത്തവർ, അവരും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊല്ലുന്നു. ഉദാഹരണം നമുക്കറിയാം, ചൈന അല്ലെങ്കിൽ നോർത്ത് കൊറിയയൊക്കെ. ഇതൊക്കെ ഈ കാലത്തിൻ്റെ ആ ചുവരെഴുത്ത് മനസ്സിലാക്കിയിട്ട് വേണം ചിന്തിക്കാൻ. എന്നാൽ ജീവന് വേണ്ടി നിലകൊള്ളുന്നവനാണ് ട്രംപ്. അബോഷൻ, ഭ്രൂണഹത്യ, ഫാമിലി പ്ലാനിങ്, അതായത് കുടുംബാസൂത്രണം, ദയാവധം, LGBTQ എന്ന് പറഞ്ഞാൽ എല്ലാവിധ പൈശാചിക അശ്ലീലതയും മേച്ഛതയും തുടച്ചു മാറ്റാൻ
ഏറെ പ്രയത്നിക്കുന്നവൻ ആണ്. ഇത് മറക്കരുത്. അമേരിക്കയിലുള്ളവർ ചോദിച്ചാൽ പറയും, എത്ര കുട്ടികളെയാണ് ഭ്രൂണഹത്യയെ കൊന്നൊടുക്കിയത്? ഇന്ന് ആ ക്ലിനിക്കുകളൊക്കെ അടച്ചിരിക്കുകയാണ്. അതുപോലെ മക്കൾ വേണം, മക്കളുണ്ടാകണം എന്നെല്ലാം പറഞ്ഞ്, അതുപോലെ തന്നെ എല്ലാവരും അശ്ലീലതയും നിർത്തണം. അപ്പം ചില അദ്ദേഹത്തെ വിരൽ ചൂണ്ടി, അദ്ദേഹവും അശ്ലീലല്ലേ, ഞാനും അല്ലേ, നിങ്ങൾ ഓരോരുത്തരുമല്ലേ, തിന്മയില്ലാത്തവർ ആരുണ്ട് പെർഫെക്റ്റായിട്ട് വിശുദ്ധരായിട്ടുള്ളവർ? നമ്മളതിന് പരിശ്രമിക്കുന്നു. വ്യക്തിഹത്യ പാടില്ല. അവൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവന് പല ഭാര്യമാരുണ്ടായിരുന്നു, അവനവിടെ എപ്പോഴും കൊച്ചു ഭാര്യയുണ്ട് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥൊരു വ്യക്തിഹത്യയല്ലേ? ആ മനുഷ്യരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു കാണാൻ വഴിയും തുറക്കണേ. പ്രിയപ്പെട്ടവരെ, അതെ, ഞാൻ ട്രംപിൻ്റെ എന്തെങ്കിലും കൈപ്പറ്റിയിട്ടോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ആരെങ്കിലോ ആയിട്ടോ അല്ല പറയുന്നത്. കാരണം മടുത്തു കേട്ട് ആ മനുഷ്യൻ ഈ വയസ്സാം കാലത്ത് 80-ാം വയസ്സിൽ, എൻ്റെ പ്രായമാണ്, ഹല്ലേലൂയ, ഇപ്രകാരം ശക്തനായ നിന്നുകൊണ്ട് മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു. ഈ മൂല്യങ്ങളെ കാറ്റിപ്പറപ്പിച്ചാണ് മറ്റു മതനേതാക്കൾ പോകുന്നത് എന്ന് ഓർക്കണം. നോക്കൂ, ക്രിസ്ത്യൻ യൂറോപ്പിൽ തന്നെ എല്ലായിടത്തും ഭ്രൂണഹത്യ നടപ്പിലാക്കി. LGBTQ എല്ലായിടത്തുമായി. ഇങ്ങനങ്ങ് പോകും. ഞാനെപ്പറ്റി ഓരോന്നും എടുത്തു പറയുന്നില്ല. ആകപ്പാടെ ലോകം ഇന്ന് താറുമാറായിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമുക്ക് ഒരു ക്രിസ്ത്യാനി, അവൻ തല ഉയർത്തി യേശുവിന് നാമം പറയുന്നു, അതെ, ക്രിസ്ത്യാനികളെ സഹിക്കുന്നു, ക്രിസ്തീയ വംശത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന് ശക്തമായി പറയുന്നു. അതുകൊണ്ട് പ്രിയ ക്രിസ്ത്യാനികളെ, എൻ്റെ സഹോദരരെ, നിങ്ങളെങ്കിലും ഈ ട്രംപിനെ തെറി പറച്ചിൽ, ട്രംപിനെ കുറ്റപ്പെടുത്തൽ, അവൻ യേശുനാമത്തിലാണ് കൊല്ലുന്നത് എന്ന് പറയരുതേ. അത് പാപമാണ്, അത് വ്യക്തിഹത്യയാണ്. നമ്മളേതെങ്കിലും തെറ്റ് ചെയ്യുന്നത് ദൈവനാമത്തിലാണോ? നമ്മളെല്ലാം തെറ്റുകാരല്ലേ? അവനും തെറ്റുണ്ട്. അവൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയത്തില്ല, ചെയ്യില്ല എന്നും പറയത്തില്ല. നമ്മളെല്ലാം തെറ്റ്. നമ്മളെല്ലാം ദൈവനാമം വിളിക്കുന്നവരും, ദൈവനാമം വിളിക്കുന്നവരെല്ലാം തെറ്റിൽ നിന്ന് മാറ്റി നിൽക്കട്ടെ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, ഇല്ലേ? അതേ പറ്റൂ. പ്രിയപ്പെട്ടവരൊക്കെ, അതെ, മൗനമായി ശാന്തമായി ചിന്തിക്കുക. അതെ, നമ്മുടെ ക്രിസ്തീയത തുടച്ചു മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരു ചെറിയ ചിന്ത തന്നു എന്ന് മാത്രം. അത് അമേരിക്കൻ ഡോളറൊന്നും കിട്ടിയിട്ടല്ല. അമേരിക്കയിലേക്ക് പോക്കുവീഴ് നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ വീഡിയോകൾ കണ്ട് മടുത്തത് കൊണ്ട് ആണ് ഒരു മനുഷ്യനെയും വ്യക്തിഹത്യ ചെയ്തത്. എന്നെ ചെയ്തു. എനിക്കറിയാം, ഓരോ വീഡിയോയും ഞാൻ ഇറക്കുമ്പോൾ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവർ ചെയ്യുന്ന പാപം അവരറിയുന്നില്ല. കർത്താവേ, അവരോട് ക്ഷമിക്കണമേ. ഞാനിവിടെ ട്രംപ് പുണ്യവാനാണെന്ന് പറയുന്നില്ല, എല്ലാവർക്കും മാതൃകയാണെന്നും പറയുന്നില്ല. പക്ഷേ ഒരു യുദ്ധക്കളത്തിൽ ശത്രുക്കളെ കൊല്ലുന്നു, പരസ്പരം കൊല്ലുന്നു. അത് യേശുനാമത്തിലാണ് എന്ന് പറയുന്നത് തെറ്റാണ്, പാപമാണ്. ഞാൻ പറയും വ്യക്തിഹത്യയാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണും, പറഞ്ഞുകൊള്ളൂ. ആരെയും ട്രംപിനെ എന്നല്ല, ആരെയും നമ്മൾ വിധിക്കരുത്. വിധിക്കുന്നതെല്ലാം വ്യക്തിഹത്യയാണെന്ന് ഓർക്കൂ. നമ്മുടെ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും മറ്റ് പ്രധാനമന്ത്രിമാരെയോ രാജാക്കന്മാരെയോ ആയാലും അങ്ങനെ നിങ്ങൾ കാർഡടിച്ച് വെടിവെക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം അവർ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്ന്. അവരെ കൊലപാതകികളെന്ന് വിളിക്കരുത്. അത് യുദ്ധം തെറ്റാണ്. യുദ്ധം പിശാചിനാൽ നയിക്കപ്പെടുന്നു. അവിടെ ആ പിശാച് നമുക്കറിയാം നുണയനും കൊലപാതകയുമാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറെ നുണകളുണ്ട്, അതുപോലെ തന്നെ ഏറെ കൊലയുമുണ്ട്, നശിപ്പിക്കലുണ്ട്. കൊല്ലാനും നശിപ്പിക്കാനും ആണ് ശത്രു വന്നിരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അത് ഒരു യുദ്ധത്തിൽ സംഭവിക്കുന്നു. അതിലൊരു വ്യക്തിയെ പഴിക്കരുത്. ആ വ്യക്തി എന്തുകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു? അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അത് അമേരിക്കൻ ഒരു പ്രസിഡന്റ് ഒരു പ്രത്യേകതയാണ്. അവിടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, അതുപോലെ ലോകത്തിന് മുഴുവൻ വേണ്ടി. അത് ലോകത്തിലെ
ചേട്ടൻ കളിയാണ്, അപ്പം കളിയാന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ആരെയും ശകാരിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, വസ്തുനിഷ്ഠമായി സത്യം പറയുന്നു എന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആർക്കെങ്കിലും ഒരു വഴി കൂടപ്പോ വേദനയുണ്ടായെങ്കിൽ ക്ഷമിക്കുക.